ഹലോ, ഓക്കെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടിട്ട് എന്താണ് അഭിപ്രായം? ഞാൻ കണ്ട് എനിക്ക് പറയാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല എന്നെ സെൽഫ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അത് വളരെ നന്നായിട്ട് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇന്നലെ ചെയ്തപ്പോ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇന്ന് ഒരു പ്രാവശ്യം കൂടി പറയാമോ? തീർച്ചയായിട്ടും പറയാം, അതെപ്പോഴും പറയാം. വരട്ടെ. I am OK Latif. I am from Ernakulam. I am a farmer and a YouTuber also. My family is a nuclear family. There are my wife and a daughter. That's all. എക്സലന്റ്, എക്സലന്റ്. ഒരു ഫുൾ സ്റ്റോപ്പ് പോലും വ്യത്യാസമില്ലാതെ കൃത്യമായിട്ട് നിങ്ങളെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് വലിയ കാര്യം. ഗ്രാൻഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മള് എല്ലാ ദിവസവും ഇത് പറഞ്ഞു വരുമ്പോൾ നല്ല ഫ്ലുവന്റ് ആയിട്ട് പറയാൻ പറ്റും, സ്പീഡ് കൂട്ടി പറയാൻ പറ്റും. സ്പീഡ് കൂട്ടാനായിട്ട് ഒരു ശ്രമവും നടത്തേണ്ട ആവശ്യമില്ല, എല്ലാ ദിവസവും പറഞ്ഞാൽ മതി. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ വേറെ ആൾക്കാരെ ചേർക്കാൻ പോവുകയാണ്. വേറെ ആൾക്കാർ വന്നു കഴിയുമ്പോൾ അവർ ചോദിക്കും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അവരുടെ മുൻപിൽ ഇത് വീണ്ടും അവതരിപ്പിക്കണം. അങ്ങനെ പല പ്രാവശ്യം ഈ അവതരിപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൃത്യമായിട്ട് പറയാൻ പഠിക്കും. ഏത് ഉറക്കത്തിലും ആര് എവിടെ വെച്ച് ഏത് വേദിയിലും ഒന്ന് കയറി സ്റ്റേജിൽ കയറിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ ഇൻട്രൊഡക്ഷൻ പഠിപ്പിച്ചത്. ഇനി നമ്മൾ എപ്പോഴും മലയാളം പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ, നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് ഉപയോഗിക്കണ്ടേ. ഞാൻ കുറെ ഇംഗ്ലീഷ് കാര്യങ്ങൾ നിങ്ങളോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. അപ്പോ അതിന് മറുപടി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു my Malayalam language into English. Already I have shifted without informing. Okay. I have shifted. Shifted means changed. Okay, as you are a beginner, I will use very simple and small words for your benefit. Okay. So now I am going to ask a question to you. Okay. My first question is, can you say where are you living? I am living in Kochi. Excellent. Excellent answer. I am living in Kochi. You took some time, but you said it very correct and properly. So I appreciate you. Your answer is I am living in Kochi. I will ask this question once again. Where are you living? Tell me. I am living in Kochi. Very good, very good. Please repeat this. Where are you living? I am living in Kochi. Okay, I am going to ask you again 2-3 times. Where are you living? I am living in Kochi. I am living in Kochi. Where are you living? I am living in Kochi. I am living in Kochi. Oh, very good. Now you have increased your speed. In this way, we can learn small sentences. Okay. Next question is, where is your native place? Please tell me, where is your native place? My native place is Tammanam. Exactly. You can say my native place is Tammanam in Kochi. That also you can add. Native place is Tammanam in Kochi. Tammanam in Kochi. Please repeat once again. I am living in Tammanam in Kochi. രണ്ട് in വരുന്നോണ്ട് പ്രശ്നമുണ്ടോ? Very good question. No problem. But when we speak about a small place, we have to say I am living at Tammanam. But when we are speaking about a large place, ഞാനിത് മലയാളത്തിൽ പറയാം, കാരണം നമ്മൾ കാണുന്ന ആൾക്കാർ ബിഗിനേഴ്സ് ആണ്. ഇത് നമ്മുടെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയാൻ പോവുകയാണ്. ഐ ആം അറ്റ് തമ്മനം ഇൻ കൊച്ചി എന്നാണ് പറയേണ്ടത്. കാരണം ചെറിയ സ്ഥലത്തിനെ കുറിച്ച് പറയുമ്പോൾ അറ്റ് എന്ന് പറയണം.
അതാണ് ഐ ആം ലിവിങ് അറ്റ് തമ്മനം. വലിയ സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ ഇൻ പറയണം. എന്ന് പറഞ്ഞേ, ഐ ആം ലിവിങ് അറ്റ് തമ്മനം ഇൻ കൊച്ചി. ഐ ആം ലിവിങ് അറ്റ് തമ്മനം ഇൻ കൊച്ചി. വെരി ഗുഡ്, വെരി ഗുഡ്. കൊച്ചി വലിയ ഐ ആം ലിവിങ് അറ്റ് തമ്മനം ഇൻ കൊച്ചി. ഓക്കെ ഓക്കെ. കൂളായിട്ട് പറഞ്ഞേ, അത് കൂളായിട്ടൊന്ന് പറഞ്ഞേ. ഐ ആം ലിവിങ് അറ്റ് തമ്മനം ഇൻ കൊച്ചി. ആ പോരട്ടെ, ഒന്നുകൂടെ പോരട്ടെ, ഒടിഞ്ഞു പോരട്ടെ. ഐ ആം ലിവിങ് അറ്റ് തമ്മനം ഇൻ കൊച്ചി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിപ്പോ വേറെ സ്ഥലത്തു നിന്ന് വന്ന ഒരാളാണെങ്കിൽ, ഉദാഹരണത്തിന് കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലുള്ള ഒരാളാണെങ്കിൽ അയാൾ എങ്ങനെ പറയും? ഐ ആം ലിവിങ് അറ്റ് കഞ്ഞിക്കുഴി ഇൻ കോട്ടയം. എക്സലന്റ്, അടിപൊളി. അപ്പോ ഇത് നമ്മളെ കേൾക്കുന്ന ആർക്കും ഇതേ രീതി പറയാം. വേർ ആർ യു ലിവിങ് ചോദിച്ചാല് ഐ ആം ലിവിങ് അറ്റ് കഞ്ഞിക്കുഴി എന്ന് പറയാം. അപ്പൊ ഇനി നമ്മളെ കേൾക്കുന്ന മലപ്പുറത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും, കാസർഗോഡ് കുഞ്ഞപ്പനാണ് ഇത് കേൾക്കണമെങ്കിലും അവർക്കും ഇത് ഉപയോഗിക്കാൻ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. വേർ ആർ യു വർക്കിംഗ്? നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഐ ആം വർക്കിംഗ് ഇൻ. ഒരട്ടെ തെറ്റണം. തെറ്റിയാലേ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. മൈ വർക്ക് ഇൻ ഓക്കെ, ഇതാണ് നമ്മള് ഇങ്ങനെ ഇംഗ്ലീഷിൽ സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് വരുന്നത്. അല്ലാതെ മറ്റേ റാപ്പിഡെക്സ് ഇംഗ്ലീഷ് കോഴ്സ് എന്ന് പറഞ്ഞ ഇത്രയും കട്ടിയുള്ള ബുക്കില് ഒരു 500 സെന്റൻസ് നമ്മളെ കാണാപ്പാരം പഠിപ്പിച്ചാൽ ആ സെന്റൻസ് ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പോകില്ല. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം സംഗതി. ഉള്ളിൽ നിന്ന് മറ്റേ മുള പൊട്ടണ പോലെ പൊട്ടി വരണം. ഇപ്പൊ വേർ ആർ യു വർക്കിംഗ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ സ്ഥലമാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം പറയാം. ഇപ്പൊ നിങ്ങൾ എറണാകുളത്താണ് വർക്ക് ചെയ്യണമെങ്കിൽ ഐ ആം വർക്കിംഗ് ഇൻ എറണാകുളം. സിമ്പിൾ, തീർന്നു. ഓക്കെ, ഇനിയിപ്പോ ഉദാഹരണത്തിന് നിങ്ങൾ എറണാകുളത്ത് ഇൻഫോ പാർക്കിലാണ് ജോലിയെങ്കിൽ എങ്ങനെ പറയും? ഐ ആം വർക്കിംഗ് അറ്റ് ഇൻഫോ പാർക്ക്. എക്സാക്ട്ലി. ഐ ആം വർക്കിംഗ് അറ്റ് ഇൻഫോ പാർക്ക്. ഉഗ്രനായിട്ട് പറഞ്ഞ ആൻസർ. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഓരോരോ സെന്റൻസ് പഠിച്ചു വരുന്നത്. ഇനി നിങ്ങൾ ഇന്ന് എന്താണ് കഴിച്ചതെന്ന് ഞാൻ ചോദിക്കാൻ പോണേണ്. ഇന്ന് രാത്രി എന്ത് കഴിച്ചു എന്ന് പറയണം. എന്തെങ്കിലും ഒരു ഐറ്റം പറഞ്ഞാൽ മതി. വാട്ട് ഡിഡ് യു ഈറ്റ് അറ്റ് നൈറ്റ്? എന്ത് കഴിച്ചു? ഡിന്നർ. അത് ഒരു കുഴപ്പമുണ്ട്. തിന്നുക എന്നുള്ളതിന് ഈറ്റ് എന്നാണ്, പക്ഷെ തിന്നു എന്ന് പറയണമെങ്കിൽ എയ്റ്റ് എന്ന് പറയണം. ഐ എയ്റ്റ് എന്തെങ്കിലും പറയാ, ഒരു ഐറ്റം അങ്ങോട്ട് പറയാ. ഐ എയ്റ്റ് പറഞ്ഞോ. ഐ എയ്റ്റ് ചപ്പാത്തി. അത്രേ ഉള്ളൂ. ഇനി ഫോർ ഡിന്നർ എന്നും കൂടി വേണമെങ്കിൽ ചേർക്കാം. ഐ എയ്റ്റ് ചപ്പാത്തി ഫോർ ഡിന്നർ. അതൊന്നും പറഞ്ഞേ. ഐ എയ്റ്റ് ചപ്പാത്തി ഇൻ ഡിന്നർ. ഫോർ ഡിന്നർ. ഐ എയ്റ്റ് ചപ്പാത്തി ഫോർ ഡിന്നർ. ഓക്കെ, ഇത്ര മതി. ഇനി ഓക്കെ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം എന്നോട് ചോദിക്കാമോ ഇംഗ്ലീഷിൽ? എന്തെങ്കിലും ഒന്ന് ചോദിക്കും. വാട്ട് ഈറ്റിംഗ് യുവർ ഡിന്നർ എന്ന് വെച്ചാൽ. ഓക്കെ, വാട്ട് ഈറ്റിംഗ് യുവർ ഡിന്നർ, ഇതാണ് എനിക്ക് വേണ്ടത്. ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഇംഗ്ലീഷിനെയാണ് ബ്രോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇതുപോലെ ബ്രോക്കൺ ഇംഗ്ലീഷാണ് തുടക്കത്തിൽ നമ്മൾ പറയേണ്ടത്. ചില ആൾക്കാർക്ക് പേടിയാണ് ഇത് പറയാനായിട്ട്. മനസ്സിലായ? ബ്രോക്കൺ ഇംഗ്ലീഷ് പറഞ്ഞാലേ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എൻ്റെ കൈ അങ്ങോട്ട് എത്തണില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു ഷെയ്ക്കാൻഡ് തരുമായിരുന്നു. കാരണം ബ്രോക്കൺ ഇംഗ്ലീഷ് പറയാനായിട്ട് സാധാരണ എല്ലാ ആൾക്കാർക്കും പേടിയാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ ഓക്കെ എന്ന് വിളിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ഇതെന്താണ്, നിങ്ങളുടെ പേരിന്റെ ഇനീഷ്യലാണ് ഓക്കെയിലെത്തി. ഓക്കെ, ഒരു പേടിയും ഇല്ലാതെ ഈ ബ്രോക്കൺ ഇംഗ്ലീഷ് സംസാരിച്ചത് ഒരു പ്രത്യേക കഴിവാണത്.
പലർക്കും പേടിയുള്ള ഒരു കാര്യമാണ് ബ്രോക്കൺ ഇംഗ്ലീഷ് പറയാനായിട്ട്. വെച്ച് കാച്ചിക്കൊള്ളണം ബ്രോക്കൺ ഇംഗ്ലീഷ്. ബ്രോക്കൺ ഇംഗ്ലീഷ് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളെ പോലത്തെ ആൾക്കാർ അത് കറക്റ്റ് ചെയ്ത് തരും. അപ്പൊ ആ സെന്റൻസ് ശരിയായി വരും. ഈ ബ്രോക്കൺ ഇംഗ്ലീഷ് ഒന്നും കൂടി ചോദിച്ചേ. ഇപ്പൊ എന്താ ചോദിക്കാൻ ഉദ്ദേശിച്ചത്? ഇപ്പൊ ശരിയാക്കി തരാം. ചോദിക്കേ. വാട്ട് ഈസ് ഈറ്റിംഗ് യു ഡിന്നർ? ഓക്കെ, അടിപൊളി. വാട്ട് ഈസ് ഈറ്റിംഗ് യു ഡിന്നർ? അടിപൊളി. സംഗതി പിടികിട്ടിയല്ല. വാട്ട് ഈസ് ഈറ്റിംഗ് ഡിന്നർ? ഇന്ന് ഡിന്നറിന് എന്താണ് തിന്നതെന്നാണ്. ഇനി ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോം പറഞ്ഞുതരാം. വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ഡിന്നർ എന്നാണ് ചോദിച്ചത്. വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ഡിന്നർ? അതെ, ഒന്നുകൂടെ പറയാം. വാട്ട് യു ഈറ്റ് ഫോർ ഡിന്നർ. നിർത്തി പറയാം. വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ഡിന്നർ? വെരി ഗുഡ്. ഇനി ഇത് എന്താണ് ഈ ഡിഡ് യു എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഡിഡ് യു എന്ന് പറയാൻ കാര്യം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇതങ്ങോട്ട് പഠിച്ചു വെച്ചോ. ഇന്ന് എന്ത് തിന്നു എന്ന് ചോദിക്കാൻ വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ഡിന്നർ. ഇങ്ങനെ കുറെ ഫോമുകൾ നമുക്ക് പഠിച്ചെടുക്കണം. ഇനി ഡിഡ് എന്താണെന്നും ഈറ്റ് എന്താണെന്നും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നെ ഈ ബ്രോക്കൺ ഇംഗ്ലീഷിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ സന്തോഷ് ഇംഗ്ലീഷിനെ കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ. സന്തോഷ് ഇംഗ്ലീഷ് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? സന്തോഷ് ഇംഗ്ലീഷ് തീർച്ചയായിട്ടും അറിയില്ല. അത് പറഞ്ഞുതരാം. ഒരു സന്തോഷ്, ഞങ്ങള് പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുന്ന സ്ഥലത്ത് എല്ലാവരും പബ്ലിക് സ്പീക്കിംഗ് മൈക്കിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷ് പറഞ്ഞു, ഞാൻ പറയാം ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്ന് അയാള് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? ഞാനിപ്പോ പറയാം. ഇത് കേട്ട് ഒരു പ്രസംഗമാണ് സന്തോഷ് പറഞ്ഞതേ. അത് അതേപോലെ തന്നെ ഞാൻ പറയും. അത് കേട്ടിട്ട് എത്ര ശതമാനം മനസ്സിലായി എന്ന് നിങ്ങൾ പറയണം. 50% മനസ്സിലായി, 100% മനസ്സിലായോ എന്ന് നിങ്ങൾ പറയണം. സ്പീച്ച് ഇതാണ്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ പ്രസംഗമാണ്, സന്തോഷിന്റെ പ്രസംഗം. അതുകൊണ്ടാണ് സന്തോഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. തുടങ്ങട്ടെ? പറയൂ. മൈ സൺ ഇന്റർവ്യൂ ന്യൂഡൽഹി. നോ ടിക്കറ്റ്. My friend working railway station. My friend arranged 2 tickets. My son reached New Delhi. Interview finished. What problem? No Ernakulam ticket. My friend working military Delhi. My friend arranged 2 tickets. My son reached Ernakulam കംഫർട്ട്ഫുള്ളി. ഇതാണ് അദ്ദേഹം പറഞ്ഞ ഇംഗ്ലീഷ്. ഇത് പക്ക ബ്രോക്കൺ. എന്നാലും എന്റെ ചോദ്യം, ഈ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എത്ര ശതമാനം, 50% മനസ്സിലായോ, 75% മനസ്സിലായോ, 100% മനസ്സിലായോ എന്ന് പറയണം. എന്റെ മകന് ഡൽഹിയിൽ ഇന്റർവ്യൂ ഉണ്ടായി. ആ ഇന്റർവ്യൂവിന് പോകാൻ ടിക്കറ്റ് കിട്ടിയില്ല. എന്റെ സുഹൃത്ത് 2 ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തന്നു. ഞാനും മകനും ഡൽഹിയിലെത്തി. ഇന്റർവ്യൂവിന് ഡൽഹിയിലെത്തി ഇന്റർവ്യൂ ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലായത്. അതെ, കഴിഞ്ഞില്ല. അവിടെ ടിക്കറ്റ് ഇല്ല. മിലിറ്ററി ഫ്രണ്ട് അല്ലെ? അതും കൂടി അവിടെ നിന്ന്. അതെ, എനിക്ക് അത്ര മനസ്സിലായി. മിലിറ്ററി ഫ്രണ്ട് അറേഞ്ച് ചെയ്തെന്നു. തിരിച്ച് എറണാകുളത്ത് എത്തിയെന്നും പറഞ്ഞ് മനസ്സിലായല്ലോ. അതെ, റീച്ച് എറണാകുളം എന്ന് പറഞ്ഞു. അതെ, ഈ കഥയുടെ 50% 75% 100% മനസ്സിലായത്? എനിക്കൊരു 75% മനസ്സിലായി. മതിയല്ലോ. ഈ ബ്രോക്കൺ ഇംഗ്ലീഷാണ് ഉപയോഗിച്ചത്. ഈ ബ്രോക്കൺ ഇംഗ്ലീഷ് ഉപയോഗിച്ചും അദ്ദേഹം കാര്യം മനസ്സിലാക്കി തന്നില്ലേ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും അതുകൊണ്ട് മനസ്സിലായി. തുടക്കത്തിലെ ബ്രോക്കൺ ഇംഗ്ലീഷ് പറയുന്നത് കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. തുടക്കക്കാർക്ക് ധൈര്യമായിട്ട് ബ്രോക്കൺ ഇംഗ്ലീഷ് പറയാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ആരാ കൊടുത്തേക്കണമെന്ന് അറിയാമോ ലൈസൻസ്? ഇന്ത്യ ഗവൺമെന്റും ബ്രിട്ടീഷ് ഗവൺമെന്റും ഒന്നല്ല. ലൈസൻസ് ഞാനാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ ഈ ക്ലാസ്സിൽ ധൈര്യമായിട്ട് ബ്രോക്കൺ ഇംഗ്ലീഷ് പറയാം. നിങ്ങൾ ഇങ്ങനെ ബ്രോക്കൺ ഇംഗ്ലീഷ് പറഞ്ഞ് പടിപടിയായിട്ട് ശരിയാക്കി നല്ല ഇംഗ്ലീഷ് പറയുന്ന ഒരു ലെവലിൽ നിങ്ങളെ ഞാൻ എത്തിക്കും. അതാണ് എന്റെ ലക്ഷ്യം. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. അതും കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ചോദിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല, മലയാളത്തിൽ ചോദിക്കണമെങ്കിലും ചോദിച്ചോ.
വേറെ ആ എന്തെങ്കിലും ഈ ക്ലാസ്സിനെ കുറിച്ച് വല്ലതും ചോദിക്കാൻ? അല്ല, എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ പറഞ്ഞ് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. പക്ഷെ കൂടെ പറയാൻ ഒരാളും കൂടി ഉണ്ടാവുമ്പോഴാണ് അതിന് കൂടുതൽ പൂർണ്ണത വന്നത്. അത് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. വേറൊരു രണ്ടാളെയും കൂടി കൊണ്ടുവന്നാൽ ഉള്ളത് അവരോടും ഇംഗ്ലീഷ് സംസാരിക്കാം. നിങ്ങളെ കൊണ്ട് അവരോട് ചോദ്യങ്ങൾ ചോദിപ്പിക്കും, അവര് തിരിച്ച് ചോദ്യം ചോദിക്കും, നിങ്ങൾ മറുപടി പറയും. അങ്ങനെ രണ്ടുപേരും കൂടി ഈ ക്ലാസ്സിൽ കയറ്റുന്നതിന് നിങ്ങളുടെ അഭിപ്രായം എന്താ? അങ്ങനെയാണെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്കും കൂടുതൽ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ രണ്ടാളെയും കൂടി ഇൻവൈറ്റ് ചെയ്യാം, അല്ലേ? അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് അടുത്ത ക്ലാസ് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പൊ തൽക്കാലം നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം, അല്ലേ? ഓക്കെ.